സോ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ EVS ദ വേൾഡ് വി ലിവ് ഇൻ, നാം ജീവിക്കുന്ന ലോകം എന്ന് പറയുന്ന ചാപ്റ്റർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്കറിയാം ഒരുപാട് പുതിയ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പുതിയ പുതിയ അറിവുകളായിരിക്കും നിങ്ങൾ ഓരോ ക്ലാസ് കഴിയുന്ന സമയത്തും നേടിയെടുക്കുന്നത് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിന്റെ അകത്തുള്ള വളരെ 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 പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്. അത്രയ്ക്ക് പ്രധാനപ്പെട്ട നമ്മുടെ പരീക്ഷയ്ക്ക് ആയിക്കോട്ടെ, ഇനി നമ്മൾ അല്ലെ അടുത്ത വർഷങ്ങളിലൊക്കെ എത്തുന്ന സമയത്തായിക്കോട്ടെ, നമുക്ക് എല്ലായിടത്തും ആവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, നമുക്കറിയാം അല്ലെ, നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരേ സമയമല്ല രാത്രിയും പകലും അനുഭവപ്പെടുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്റെ മക്കളുടെ ഏതെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ പുറത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരവിടുന്ന് ഫോൺ ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അവര് പറയും ദാ ഇവിടെ ഇപ്പൊ എന്താണ് വൈകുന്നേരം ആവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഉച്ച കഴിയുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കിടക്കാനുള്ള സമയമായിട്ടുണ്ടാവും അല്ലെ. അതായത് ഇവിടെ രാത്രിയാണെങ്കിൽ അവിടെ പകല്, അല്ലെങ്കിൽ ഇവിടെ പകലാവുമ്പോൾ അവിടെ രാത്രി. ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരേ സമയത്ത് തന്നെ രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ അനുഭവപ്പെടാൻ കാരണം എന്നുള്ളത് മക്കൾ ചിന്തിച്ചിട്ടുണ്ടാവും. അവിടെയാണ് ഇതാ നമുക്കൊരു കുഞ്ഞു പരീക്ഷണം ഉള്ളത്. നമുക്കറിയാം അല്ലെ, നമ്മുടെ ഭൂമി, നമ്മുടെ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്ഫെറിക്കൽ ഷേപ്പ് ആണ് അല്ലെ, ഗോളാകൃതിയാണ്. അവിടെ ഇതാ ഈ ഗ്ലോബിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഭൂമിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതിന്റെ ആകൃതിയിലുള്ള നമ്മുടെ ഗ്ലോബ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ സ്കൂളിലൊക്കെ ഈ ഒരു ഗ്ലോബ് മക്കൾ കണ്ടിട്ടുണ്ടാവും. ഈ ഗ്ലോബ് നമ്മൾ എടുത്തിട്ട് അതിന്റെ ഒരു സൈഡിലായിട്ട് ഇതാ ഈ കാണുന്ന പോലെ നമ്മൾ ഇതാ ഒരു ടോർച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വെളിച്ചം ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് അല്ലെ, ടോർച്ചിന്റെ ലൈറ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ മക്കളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ഗ്ലോബിന്റെ ഒരു സൈഡിൽ മാത്രമായിരിക്കും ദാ ഈ ടോർച്ചിന്റെ ലൈറ്റ് ഇങ്ങനെ പതിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ടോർച്ചിന്റെ ലൈറ്റ് പതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, നല്ല വെളിച്ചം ഉണ്ടായിരിക്കും. എന്നാൽ അതിന്റെ നേരെ മറുഭാഗത്തിനെ പറ്റി മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദാ ഇവിടെ വരെ നമ്മുടെ ടോർച്ചിന്റെ ഭാഗം പതിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ അപ്പൊ എന്തായിരിക്കും, ഇരുണ്ട് കിടക്കായിരിക്കും അല്ലെ. അവിടെ ഡാർക്ക് ആയിരിക്കും, അവിടെ നമുക്ക് എന്ത് കിട്ടുന്നില്ല, ഈ ടോർച്ചിന്റെ ലൈറ്റ് നമുക്ക് കിട്ടുന്നില്ല. ഇത് തന്നെയാണ് മക്കളെ നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്നതും. ഭൂമിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം അല്ലെ, നമുക്ക് എല്ലാവർക്കും വെളിച്ചം തരുന്നത് ആരാണ്, നമ്മുടെ സ്വന്തം സൂര്യൻ ചേട്ടനാണ് അല്ലെ. അപ്പൊ നമ്മുടെ സൂര്യനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സണ്ണിൽ നിന്നുള്ള ഈ പറയുന്ന ലൈറ്റ് അല്ലെങ്കിൽ വെളിച്ചം എന്ന് പറയുന്നത് ദാ നിങ്ങൾ നോക്കിയേ, ഭൂമിയുടെ ഒരു വശത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പതിക്കുന്നത് അല്ലെ. അപ്പൊ ഈ സൂര്യന്റെ വെളിച്ചം പതിക്കുന്ന നമ്മുടെ സൺലൈറ്റ് പതിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡേ ടൈം ആയിരിക്കും, അതായത് പകൽ സമയമായിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ദാ ഈ ഭാഗത്ത് അല്ലെ, ഈ ഭാഗത്തായിട്ട് താമസിക്കുന്ന എല്ലാവർക്കും അപ്പൊ എന്തായിരിക്കും, അവർക്ക് വെളിച്ചം കിട്ടുമോ, ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്നവർക്ക് ആ ഒരു സമയം എന്ന് പറയുന്നത് എന്തായിരിക്കും, രാത്രി ആയിരിക്കും. അപ്പൊ എങ്ങനെയാ നമുക്ക് ഈ രാവും പകലും മാറി മാറി വരുന്നത്? നമുക്കറിയാം, നമ്മുടെ ഭൂമി ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുകയാണോ ചെയ്യുന്നത്? ഒരിക്കലും അല്ല അല്ലെ. അത് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് ഈ പറയുന്ന രാത്രിയും പകലും എന്ത് ചെയ്യാണ്, മാറി മാറി വരുവാണ്. കാരണം ഇതിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് ആ വെളിച്ചം പതിക്കുന്നതും പതിക്കാത്തതുമായിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, മാറി മാറി വരുന്നു. അതനുസരിച്ചാണ് നമ്മുടെ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവുന്നത്, ഈ പറയുന്ന പോലെ ഡേയും നൈറ്റും അല്ലെ, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പകലും രാവും ഒക്കെ മാറി മാറി വ്യത്യസ്ത രീതിയിൽ അനുഭവപ്പെടാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ മക്കൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മിസ് പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് മിസ് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.